ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ്, ചുങ്കത് ജ്വല്ലറി. ചാവക്കാട് മണത്തലയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു. ബൈക്ക് യാത്രികരായ ബ്ലാങ്ങാട് സ്വദേശി അർഷാദ്, തിരുവത്ര സ്വദേശി റിംതാജ് എന്നിവരാണ് മരിച്ചത്. വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും ഇരു മുന്നണികളിലും ചർച്ചകൾ സജീവം. മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചതായി LDF, UDFൽ വിമതശല്യം തുടരുമെന്ന് സൂചന. തൃശൂരിൽ സെപ്റ്റി ടാങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 5 വർഷം മുൻപ് കാണാതായ ഉല്ലൂക്കര സ്വദേശി സജിയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്ന് സംശയം. സജി ജോണിന്റെ തിരോധാനം കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കോൺഗ്രസിലേതുപോലെ ഗ്രൂപ്പ് നോക്കിയല്ല മികവ് നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. CPM സ്ഥാനാർത്ഥികൾക്ക് ഒരിടത്തും വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്നും മൊയ്തീൻ. സേഫ് കേരള പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ജില്ലയിലെ 1170 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഉല്ലൂർ മാർക്കറ്റിലെ കടയിൽ നിന്ന് പുഴുവരിച്ച 30 കിലോയോളം പന്നിയിറച്ചി പിടിച്ചെടുത്തു. പറപ്പൂക്കര ഇലക്ട്രിക്കൽ സെക്ഷനിൽ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് TV സിഗ്നൽ സംപ്രേഷണത്തിനുള്ള ഒപ്റ്റിക്കൽ കേബിളുകൾ വൈദ്യുതി ജീവനക്കാർ വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് പുതുക്കാട് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ദേശീയപാത ചാവക്കാട് മണത്തലയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ടുപേർ മരിച്ചു. ബ്ലാങ്ങാട് സിദ്ദിഖ് പള്ളിക്ക് സമീപം അഴുവഞ്ചേരി വീട്ടിൽ 20 വയസ്സുള്ള അർഷാദ്, തിരുവത്ര പുതിയറ കിഴക്കൂട്ട് വീട്ടിൽ 19 വയസ്സുള്ള റിംതാജ് എന്നിവരാണ് മരിച്ചത്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം വെള്ളിയാഴ്ച രാത്രി 9:30യോടെയാണ് അപകടമുണ്ടായത്. കർണാടകയിൽ നിന്ന് മീൻ കയറ്റി ചാവക്കാട്ടേക്ക് വരികയായിരുന്ന ലോറി എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീണു. തലയിടിച്ചു വീണ ഇരുവരും തൽക്ഷണം മരിച്ചു. ഇതിനിടെ ഹൈവേ പോലീസിന്റെ വാഹന പരിശോധനയാണ് അപകട കാരണമെന്നാരോപിച്ച് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. ഇതേ തുടർന്ന് ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഈ സമയം നാട്ടുകാർ പോലീസുമായി വാക്കേറ്റമുണ്ടായത് സ്ഥലത്ത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. അപകടത്തിൽ മരിച്ച ഇരുവരുടെയും മൃതദേഹം മുതുവട്ടൂർ രാജ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ മുന്നണികളിൽ സജീവം. CPM ജില്ലാ ആസ്ഥാനത്താണ് ഇടതുമുന്നണിയിലെ തർക്കങ്ങൾ തീർക്കുന്നതിനുള്ള അവസാനവട്ട ചർച്ചകൾ മുന്നേറുന്നത്. LDF കൺവീനർ K രാധാകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ചേർപ്പ്, പാറളം പഞ്ചായത്തുകളിലെ 99% തർക്കങ്ങൾ പരിഹരിച്ചതായി K രാധാകൃഷ്ണൻ അവകാശപ്പെട്ടു. CPM സ്ഥാനാർത്ഥികൾക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്ന വിമത സ്ഥാനാർത്ഥികൾ ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേഷനിൽ CPM സിറ്റിംഗ് സീറ്റായ പനമുക്ക് CMPക്ക് വിട്ടു നൽകിയതിൽ പ്രവർത്തകർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിച്ചതായും ജില്ലാ നേതൃത്വം അറിയിച്ചു. UDFൽ ചാലക്കുടി, ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള വിവിധ നഗരസഭകളിലെ വിവിധ വാർഡുകളിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ MP വിൻസെന്റ് MLA അറിയിച്ചു. കോർപ്പറേഷനിൽ വിവിധ ഡിവിഷനുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ നിൽക്കുന്ന വിമത സ്ഥാനാർത്ഥികൾ പലരും മത്സര രംഗത്ത് തന്നെ തുടരുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പുതുക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന നിലവിലുള്ള സ്ഥാനാർത്ഥി ഡൽജിത്ത് ഞെരിഞ്ഞേളിക്കെതിരെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നതിനെ തുടർന്ന് സ്ഥാനാർത്ഥിയെ മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിനായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം നിയമവിദഗ്ധരിൽ നിന്ന് നിയമോപദേശം തേടിയിരിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളവർക്ക് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വരെ പത്രിക പിൻവലിക്കാം. ജില്ലയിൽ ആകെയുള്ള 86 പഞ്ചായത്തുകളിൽ പത്രിക സമർപ്പിച്ചിരുന്ന 4602 സ്ഥാനാർത്ഥികളിൽ 29 പേരുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ഈ പഞ്ചായത്തുകളിലാകെ 4573 പേരാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്നത്. ഇവരിൽ 2309 പേർ പുരുഷന്മാരും 2293 പേർ സ്ത്രീകളുമാണ്. 13 ബ്ലോക്കുകളിലെ വിവിധ ഡിവിഷനുകളിലേക്ക് പത്രിക സമർപ്പിച്ചിരുന്ന 936 സ്ഥാനാർത്ഥികളിൽ 2 പേരുടെ പത്രിക തള്ളി. ബാക്കി 934 പേരാണ് മത്സരരംഗത്തുള്ളത്. ഇവരിൽ 446 പേർ പുരുഷന്മാരും 488 പേർ സ്ത്രീകളുമാണ്.
5 മുനിസിപ്പാലിറ്റികളിൽ നിന്ന് പത്രിക സമർപ്പിച്ചിരുന്ന 1147 പേരിൽ 4 പേരുടെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ശേഷിക്കുന്ന 1143 പേരിൽ 543 പേർ പുരുഷന്മാരും 600 പേർ സ്ത്രീകളുമാണ്. തൃശൂർ കിഴക്കേക്കോട്ട ആമ്പക്കാടൻ ജംഗ്ഷന് സമീപം അഞ്ചങ്ങാടിയിൽ ബൈക്ക് വർക്ക്ഷോപ്പിലെ സെപ്റ്റി ടാങ്കിൽ നിന്ന് പുരുഷന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് വർഷങ്ങൾ പഴക്കമുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ സെപ്റ്റി ടാങ്കിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ 5 വർഷം മുമ്പ് കാണാതായ മണ്ണുത്തി ഒല്ലൂക്കര ശ്രീകൃഷ്ണനഗർ സ്വദേശി കൊച്ചുവീട്ടിൽ ജോണിന്റെ മകൻ 39 വയസ്സുള്ള സജി ജോണിന്റേതാണെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. പലിശ ഇടപാട് നടത്തിയിരുന്ന സജിയെ 2010 കാണാതായത്. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ വർക്ക്ഷോപ്പിൽ മുമ്പ് ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന മണ്ണുത്തി പട്ടാക്കുന്ന് സ്വദേശി ദിലീപ് എന്നയാളുടെ അടുത്തേക്കാണ് സജി അവസാനമായി പോയതെന്ന് പോലീസ് 2010 കണ്ടെത്തിയിരുന്നു. പിന്നീട് ദിലീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ കുറ്റം നിഷേധിച്ചു. പോലീസ് തന്നെ മർദ്ദിച്ചുവെന്നും അനാവശ്യമായി നിരന്തരം പീഡിപ്പിക്കുകയാണെന്നും ആരോപിച്ച് ദിലീപ് വാർത്താസമ്മേളനം നടത്തുകയുണ്ടായി. ഇത് വാർത്തയായ സാഹചര്യത്തിൽ കേസന്വേഷണം പോലീസ് അവസാനിപ്പിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ദിലീപിനെ സംശയിച്ചതിനെ തുടർന്ന് ഇയാളുടെ മുൻ വർക്ക്ഷോപ്പിൽ കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലവും സെപ്റ്റി ടാങ്കിലും പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹം സജിയുടേതാണെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുണ്ടെങ്കിലും DNA ടെസ്റ്റ് അടക്കമുള്ള ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് ഉറപ്പിക്കാനാകൂ. ക്രൈംബ്രാഞ്ചിനോടൊപ്പം ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി TU സജീവൻ, CI VK രാജൻ, ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ബൽറാം, സയന്റിഫിക് അസിസ്റ്റന്റ് VU ദീപ, തൃശൂർ തഹസിൽദാർ ശിവകുമാർ ഉണ്ണിത്താൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ഡെസ്ക് TCV. മണ്ണുത്തി ഒല്ലൂക്കര സ്വദേശി സജി ജോണിന്റെ തിരോധാനം കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് പോലീസ് കണ്ടെത്തി. തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് മണ്ണുത്തി പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം പുനരന്വേഷണം നടത്തിയപ്പോഴാണ് സജിയുടെ തിരോധാനത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത്. 2010 ആഗസ്റ്റ് 29 കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയ ഒല്ലൂക്കര കൊച്ചുവീട്ടിൽ സജിയെ കാണാതാകുന്നത്. സജിയെ കാണാതായതിന് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് കേസന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് സജിയുടെ ബന്ധുക്കൾ സർക്കാരിൽ നൽകിയ പരാതിയെ തുടർന്ന് 2012 സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിനോട് പുനരന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് തിരോധാനം സംബന്ധിച്ച ചുരുളുകൾ അഴിഞ്ഞത്. സജി തൃശൂർ ടൗണുമായി ബന്ധപ്പെട്ട് പലിശയ്ക്ക് പണം നൽകിയിരുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. 2010 സജി അവസാനമായി പോയത് ഇയാളുടെ സുഹൃത്തായ പട്ടാളക്കുന്ന് സ്വദേശി ദിലീപിന്റെ വർക്ക്ഷോപ്പിലേക്കാണെന്ന് പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു. ദിലീപും ഇത് സമ്മതിച്ചിരുന്നു. പിന്നീട് ദിലീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ കുറ്റം നിഷേധിച്ചിരുന്നു. പിന്നീട് ഇയാൾ പോലീസിനെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിലും തെളിവുകളുടെ അഭാവത്തിലുമായിരുന്നു പോലീസ് കേസന്വേഷണം അവസാനിപ്പിച്ചത്. കേസന്വേഷണം അവസാനിപ്പിച്ച ഉടനെ ദിലീപ് ഗൾഫിലേക്ക് പോകുകയും പിന്നീട് തിരിച്ചെത്താതാകുകയും ഭാര്യയെ കൂടി അവിടേക്ക് കൊണ്ടുപോയതോടെയുമാണ് ക്രൈംബ്രാഞ്ചിന്റെ സംശയം ബലപ്പെട്ടത്. അന്വേഷണ സംഘം ദിലീപിനോട് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ അതിന് തയ്യാറായില്ല. അതേസമയം ദിലീപ് സജിയിൽ നിന്നും പണം പലിശയ്ക്ക് വാങ്ങിയിരുന്നതായും കാശ് തിരിച്ചു നൽകുന്നത് സംബന്ധിച്ച് ഇവർ തമ്മിൽ തർക്കവും വാക്കേറ്റവും നടന്നിരുന്നതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കൂടാതെ സജിയുടെ ബൈക്ക് തൃശൂരിൽ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. ദിലീപ് ലോക്കൽ പോലീസിന് നൽകിയ മൊഴിയും സാഹചര്യ തെളിവുകളും വെച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായാണ് മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ കാണപ്പെട്ടത്. രാത്രി 8 മണിക്ക് താൻ വീട്ടിലെത്തിയെന്ന കാര്യവും കളവാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. സജിയെ അപായപ്പെടുത്തി ഇയാൾ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന വീട്ടിൽ കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്തോ സെപ്റ്റി ടാങ്കിലോ മൃതദേഹം തള്ളിയിട്ടുണ്ടാകുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സജിയുടേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അസ്ഥികളോടൊപ്പം സജി ധരിച്ചിരുന്നുവെന്ന് കരുതുന്ന ഷർട്ടും കുരിശില്ലാത്ത കൊന്തയും മറ്റും കണ്ടെത്തുകയും ഇത് സഹോദരി ഡെയ്സിയും ബന്ധുക്കളും തിരിച്ചറിയുകയും ചെയ്തു. ഇതോടെയാണ് സജിയുടെ തിരോധാനം കൊലപാതകമാണെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ സജിയുടെ താടിയെല്ലും കാലിന്റെ എല്ലും ഒടിഞ്ഞതിനെ തുടർന്ന് സ്റ്റീൽ കമ്പിയിട്ടിരുന്ന ഭാഗവും തിരിച്ചറിഞ്ഞതും സഹായകരമായി. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ദിലീപിനെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ.
കൊല്ലപ്പെട്ട സജിക്ക് ഭാര്യയും 3 പെൺമക്കളുമാണ് ഉള്ളത്. TCV ന്യൂസ്, തൃശൂർ. കോൺഗ്രസിലേതുപോലെ ഗ്രൂപ്പ് നോക്കിയല്ല മികവ് നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മൊയ്തീൻ. സമൂഹത്തിൽ അംഗീകാരം ഉള്ളവരെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. BJPയുമായുള്ള SNDPയുടെ ബന്ധം തെരഞ്ഞെടുപ്പിൽ LDFനെ ഒരു തരത്തിലും ബാധിക്കില്ല. CPM സ്ഥാനാർത്ഥികൾക്ക് ഒരിടത്തും വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്നും മൊയ്തീൻ പറഞ്ഞു. സമീപകാലത്ത് BJP സ്വീകരിക്കുന്ന ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള നിലപാടുകൾ ഭക്ഷണകാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒക്കെ സ്വീകരിക്കുന്ന വർഗീയ നിലപാടുകൾ കേരളത്തിൽ പ്രത്യേക വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. എതിർക്കവനെ കൊന്നുകളയുക എന്നുള്ള ഫാസിസ്റ്റ് പ്രവണത വരണം. വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണം എന്ന് പറയുന്നു. ഇത്തരമൊരു വിഭാഗവുമായി എങ്ങനെയാണ് ഒരു മതേതര പ്രസ്ഥാനമായ കോൺഗ്രസിന് സന്ധി ചെയ്യാനാവുക എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾ ഗൌരവപൂർവ്വം കാണുക. കോർപ്പറേഷനിൽ വികസനമെന്നാൽ ജംഗ്ഷൻ വികസനം മാത്രമല്ല. 2 വർഷത്തിനിടെ 2 മേയർമാർ മാറിയെങ്കിലും അഴിമതിക്ക് മാറ്റമുണ്ടായില്ലെന്നും മൊയ്തീൻ പറഞ്ഞു. കൂടുതൽ വാർത്തകളിലേക്ക്. സേഫ് കേരള പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ജില്ലയിലെ 1170 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 11 കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 342 ആരോഗ്യവകുപ്പ് ജീവനക്കാർ പങ്കെടുത്തു. 54 മാർക്കറ്റുകളും 42 ബസ് സ്റ്റാൻഡുകളും 870 വ്യാപാര കേന്ദ്രങ്ങളും 204 ടോയ്ലറ്റുകളും സംഘം പരിശോധിച്ചു. 8 മാർക്കറ്റുകൾക്കും 134 കടകൾക്കും നോട്ടീസ് നൽകി. വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, കൊതുകിന്റെ ഉറവിടം, മലിനജലം, പകർച്ചവ്യാധിക്കിടയാക്കുന്ന സാഹചര്യം, ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം, ഓടകളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തൽ, ജലസ്രോതസ്സുകൾ മലിനമാക്കൽ എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 13,000 രൂപ വിവിധയിടങ്ങളിൽ നിന്ന് പിഴയായി ഈടാക്കിയിട്ടുണ്ട്. 2 സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടിക്കായി റിപ്പോർട്ട് നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒല്ലൂർ ഹെൽത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന പഴകിയ പന്നിയിറച്ചി പിടിച്ചെടുത്തു. 30 കിലോയോളം വരുന്ന പന്നിയിറച്ചി പുഴുവരിച്ച നിലയിലായിരുന്നു. റോസിലി ജോസിന്റെ പേരിലുള്ള കട റിൻഡോ അക്കര എന്നയാളാണ് നടത്തുന്നത്. കടയുടെ പുറകിൽ ഫ്രീസറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പന്നിയിറച്ചി കണ്ടെത്തിയത്. പിടിച്ചെടുത്ത മാംസം ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ KT ജിൽസൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ MB ശ്രീകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപക്, രാജേന്ദ്രൻ, വിജയകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് തൃശൂർ DMOയുടെ നേതൃത്വത്തിൽ ശക്തൻ സ്റ്റാൻഡ് പരിസരത്തെയും മാർക്കറ്റുകളിലെയും ചെറുകിട ചായക്കടകളിലും ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തി. DMO ഡോക്ടർ K സുഹിത, ടെക്നിക്കൽ അസിസ്റ്റന്റ് CK സുരേഷ്, ബയോളജിസ്റ്റ് അബ്ദുൾ ജബാർ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NA ഷീജ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. പരിസര ശുചിത്വം പാലിക്കുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കട നടത്തുന്നവർക്കും ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർ നൽകി. പറപ്പൂക്കര ഇലക്ട്രിക്കൽ സെക്ഷനിൽ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് TV സിഗ്നൽ സംപ്രേഷണത്തിനുള്ള ഒപ്റ്റിക്കൽ കേബിളുകൾ വൈദ്യുതി ജീവനക്കാർ വ്യാപകമായി നശിപ്പിച്ചു. കേബിളുകൾ പ്രവർത്തിപ്പിക്കാനുള്ള കിയോക്സിലേക്കുള്ള വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. 50ഓളം സ്ഥലങ്ങളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് പറപ്പൂക്കര സെക്ഷൻ പരിധിയിൽ കേബിൾ TV സംപ്രേഷണവും റെയിൽവെയർ ഇന്റർനെറ്റ് കണക്ഷനും തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകൾക്കുള്ള മുൻകൂർ വാടക അടയ്ക്കാൻ വൈകിയെന്ന് ആരോപിച്ചാണ് വൈദ്യുതി ജീവനക്കാർ കേബിളുകൾ മുറിച്ചിട്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് KSEB അധികൃതർ മുന്നറിയിപ്പ് നൽകുകയോ വാടക അടയ്ക്കാൻ സാവകാശം നൽകുകയോ ചെയ്തില്ലെന്ന് കേബിൾ TV ഓപ്പറേറ്റർമാർ ആരോപിച്ചു. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി മുറിച്ചതിനാൽ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് സംഭവിച്ചിട്ടുള്ളത്. വ്യാപകമായി കേബിളുകൾ നശിപ്പിച്ചതിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ടതായി പരാതി. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിൽ പങ്കെടുത്ത 20 വിദ്യാർത്ഥിനികളെയാണ് മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം പൂട്ടിയിട്ടതായി പരാതിയുള്ളത്. ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുള്ളതിനാൽ വീട്ടുകാരെ അറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു വിദ്യാർത്ഥികൾ. ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത് പ്രിൻസിപ്പാൾ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. മർദ്ദനത്തിൽ പരിക്കേറ്റെന്ന പരാതിയുമായി മെക്കാനിക്കൽ 1ാം വർഷ വിദ്യാർത്ഥി ശ്രീരാഗ് ചികിത്സയിലാണ്. ഈ വിഷയത്തിലാണ് വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. സമരത്തെ തുടർന്ന് പൂട്ടിയിട്ട കോളേജിൽ വെള്ളിയാഴ്ച രക്ഷിതാക്കളുടെ യോഗം ചേർന്നിരുന്നു.
ഇതിനിടയിൽ കോളേജിന് പുറത്ത് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി. ഈ പ്രകടനത്തിൽ പങ്കെടുക്കാതിരിക്കാനാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളെ പൂട്ടിയിട്ടതെന്നാണ് പറയുന്നത്. 1ഉം 2ഉം വർഷ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് ചൊവ്വാഴ്ച തന്നെ വിട്ടിരുന്നു. വൈദ്യുതി ബന്ധം ഇല്ലാതാക്കി വെള്ളവും വെളിച്ചവും നിഷേധിക്കുന്ന നടപടിയാണ് കോളേജ് അധികൃതർ ചെയ്തതെന്നാണ് വിദ്യാർത്ഥിനികളുടെ ആരോപണം. വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ ഒരു ദിവസം രാത്രി ഹോസ്റ്റലിന്റെ പുറത്ത് കിടക്കേണ്ടി വന്നതായും ഇവർ പറയുന്നു. അതേസമയം പഠനയാത്രയ്ക്ക് പോയപ്പോൾ കഞ്ചാവും മദ്യവും ഉപയോഗിച്ചത് കണ്ടെത്തിയെന്നും ഇക്കാര്യം വിദ്യാർത്ഥികൾ സമ്മതിച്ചെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. ഇക്കാര്യം ചോദ്യം ചെയ്തതും ലഹരി ഉപയോഗിച്ചവരെ സസ്പെൻഡ് ചെയ്തതുമാണ് ചില വിദ്യാർത്ഥികളുടെ അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് പിന്നിലെന്ന് കോളേജ് അച്ചടക്ക സമിതി കൺവീനർ പ്രൊഫസർ KM രമേശ് അറിയിച്ചു. സമരം ചെയ്ത വിദ്യാർത്ഥികളാണ് വൈദ്യുതി ബന്ധം തകരാറിലാക്കിയതെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി. അതിനിടെ കോളേജ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിപണനവും ഉപയോഗവും നടക്കുന്നതായി വ്യാപകമായി പരാതികൾ നിലനിൽക്കുന്നുണ്ട്. TCV ന്യൂസ്, മാള. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ പഴയ തൃശൂർ റോഡിൽ ചെറുവത്തൂർ കൊച്ചുകുഞ്ഞൻ മകൻ 64 വയസ്സുള്ള പീറ്റർ വർഗീസ് എന്ന പീറ്റർ മാസ്റ്ററാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 13-ന് ഒറ്റപ്പിലാവിൽ പീറ്റർ വർഗീസ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാറിടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ കരാർ ലംഘിച്ചുള്ള ടോൾ പിരിവ് സംബന്ധിച്ച പരാതിയിൽ അഭിഭാഷക കമ്മീഷൻ ഞായറാഴ്ച തെളിവെടുപ്പ് നടത്തും. പുതുക്കാട് സ്വദേശി അഡ്വക്കേറ്റ് ജോബി പുളിക്കൻ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച പരാതിയിലാണ് തെളിവെടുപ്പ്. നാഷണൽ ഹൈവേ അതോറിറ്റി എതിർകക്ഷിയായി സമർപ്പിച്ച പരാതിയിൽ കേന്ദ്ര ഷിപ്പിംഗ്, റോഡ് ഗതാഗത, ദേശീയപാത വകുപ്പിനും ഹൈവേ അതോറിറ്റി ചീഫ് ജനറൽ മാനേജർ, പ്രോജക്ട് ഡയറക്ടർ, ടോൾ പ്ലാസ ചീഫ് ഓഫീസർ, ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി, ഹൈവേ നിർമ്മാണ ചുമതലയുള്ള സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർക്കും കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ കരാറിൽ പറയുന്ന വ്യവസ്ഥകൾ ലംഘിച്ചാണ് കമ്പനി ടോൾ പിരിവ് നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ടോൾ പിരിവ് ആരംഭിച്ച് 100 ദിവസത്തിനുള്ളിൽ സർവീസ് റോഡുകൾ, ഡ്രെയിനേജ്, യു ടേണുകൾ, ബസ് ബേകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവ പൂർത്തിയാക്കണമെന്ന കരാറ് ഇതുവരെ പാലിച്ചിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനു വേണ്ടി അഡ്വക്കേറ്റ് പി പ്രമോദാണ് തെളിവെടുപ്പ് നടത്തുക. എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ സ്കൂൾ മീറ്റിൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ PD അഞ്ജലിക്ക് സ്വർണം. 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗം 100 മീറ്ററിലാണ് 12.45 സെക്കൻഡിന് PD അഞ്ജലി സ്വർണം നേടിയത്. തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് PD അഞ്ജലി ഉൾപ്പെടെ 18 കുട്ടികളാണ് സ്കൂൾ മീറ്റിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ മീറ്റ് ഞായറാഴ്ച സമാപിക്കും. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ തുണിക്കടയിൽ വെച്ച് വസ്ത്രങ്ങൾ എത്തിക്കുന്ന ഏജന്റുമാരെ വധിക്കാൻ ശ്രമിച്ച ഗുണ്ടാ നേതാവടക്കം 3 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി പല്ലിശ്ശേരി വീട്ടിൽ പപ്പി എന്ന ജിജു, കൂട്ടാളികളായ പടിഞ്ഞാറെ ചാലക്കുടി ബിജേഷ് എന്ന സരീഷ്, മേലൂർ ചോനാടൻ സ്വദേശി കണ്ണൻ എന്ന മിഥുൻ, അയ്യമ്പുഴ സ്വദേശി അരണാട്ടുകരക്കാരൻ ബൂമർ എന്ന ജിനേഷ് എന്നിവരെയാണ് SI A നൌഷാദ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-നാണ് പപ്പി നടത്തുന്ന റെഡിമെയ്ഡ് തുണിക്കടയിൽ വെച്ച് ആക്രമണമുണ്ടായത്. വസ്ത്രവ്യാപാരികളും കോഴിക്കോട് സ്വദേശികളുമായ ജുനീഷ് ബാബു, റനാസ് എന്നിവരെ പപ്പിയും സംഘവും ചേർന്ന് മാരകമായി ആക്രമിക്കുകയായിരുന്നു. വസ്ത്രങ്ങൾ എത്തിച്ചതിന്റെ പണം ചോദിച്ചപ്പോഴാണ് വ്യാപാരികളെ വധിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. നിരവധി തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശി പെരുവേലി വലിയ പറമ്പിൽ നോബിളാണ് അറസ്റ്റിലായത്. ചികിത്സാ സഹായം തേടുന്നയാളുകളെ തെരഞ്ഞുപിടിച്ച് പ്രമുഖ ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നത്. പാലപ്പള്ളിയിൽ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുന്ന 8 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി ചാനൽ പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുകയായിരുന്നു. 2500 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിർധനരായ വീട്ടുകാർ 1500 രൂപ ഇയാളുടെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചു. സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യുന്ന ചികിത്സാ സഹായ പരസ്യങ്ങൾ കണ്ട് അവരുമായി ഫോണിൽ ബന്ധപ്പെട്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്താറുള്ളതെന്ന് പോലീസ് പറഞ്ഞു. 2 ദിവസം മുൻപ് കൊല്ലം പോലീസിന്റെ പിടിയിലായ ഇയാളെ പാലപ്പള്ളിയിലെ തട്ടിപ്പുമായി വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. സംസ്ഥാനത്തെ നിരവധി സ്റ്റേഷനുകളിൽ ജോലി വാഗ്ദാന തട്ടിപ്പും ചികിത്സാ സഹായ തട്ടിപ്പുമായി നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ജനവിധി അടക്കമുള്ള കൂടുതൽ വാർത്തകൾ ഇനി. ജനവിധി. ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ CPM നീക്കം. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ എറിയാട് ഡിവിഷനിലാണ് CPM സ്ഥാനാർത്ഥിയുടെയും ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രികകൾ തള്ളിപ്പോയത്. സ്ഥാനാർത്ഥി ഇല്ലാതായതിനെ തുടർന്ന് CPM പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. നിലവിൽ കോൺഗ്രസ്
BJP സ്ഥാനാർത്ഥികളും വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് മത്സരരംഗത്തുള്ളത്. കൂട്ടത്തിൽ സ്വീകാര്യമായ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുവാനാണ് CPM ആലോചിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ വിമതനായി മത്സരിക്കുന്ന CPI ലോക്കൽ സെക്രട്ടറിയെ പുറത്താക്കി. CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന പൊറത്തിശ്ശേരി ലോക്കൽ സെക്രട്ടറി KR ഗിരിജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി P മണി അറിയിച്ചു. ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ച് സിറ്റിംഗ് കൌൺസിലർ VK സരളയെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് KR ഗിരിജൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. പഴയ ഗുരുവായൂർ നഗരസഭാ പ്രദേശം ഉൾപ്പെടുന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ A വിഭാഗം പ്രവർത്തകരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അമർഷം പുകയുന്നു. പഴയ നഗരസഭാ മേഖലയിൽ വരുന്ന 15 വാർഡുകളിൽ ഒരു വാർഡ് മാത്രം നൽകി I വിഭാഗം തങ്ങളെ അവഗണിച്ചതിനെതിരെയാണ് A വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. A വിഭാഗത്തിലെ പ്രമുഖർക്ക് ടിക്കറ്റ് നിഷേധിച്ച് Aയുടെ പേരിൽ ചിലരെ മത്സരിപ്പിക്കുന്ന തന്ത്രവും I പയറ്റിയതായി അവർ പറയുന്നു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായ A വിഭാഗത്തിലെ പ്രമുഖ നേതാവ് R ജയകുമാർ അവഗണനയിൽ പ്രതിഷേധിച്ച് 15-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. നവംബർ 5-ന് നടക്കുന്ന തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 29 മുതൽ 55 വരെയുള്ള ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം ഈ മാസം 20-ന് രാവിലെ 11-ന് ജില്ലാ വ്യവസായ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് വരണാധികാരി അറിയിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ കാളത്തോട് ഡിവിഷനിലെ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ML റോസിയുടെ നാമനിർദ്ദേശ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിച്ചത്. കേസുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സൂക്ഷ്മ പരിശോധനയിൽ നാമനിർദ്ദേശ പത്രിക മാറ്റിവച്ചത്. ജനവിധിയിൽ ഇനി കാണാം തദ്ദേശം. കടുത്ത പോരാട്ടം നടക്കുന്ന മുളകുന്നത്തുകാവിൽ മുന്നണികൾ ഭരണം പിടിക്കാൻ സജീവമായി രംഗത്ത്. 21.22 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തുകളിൽ ഒന്നാണ്. നിലവിൽ വന്ന് 3.5 പതിറ്റാണ്ടായ പഞ്ചായത്ത് ഇടതുഭരണത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 14-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ 9 അംഗങ്ങളുമായാണ് LDF ഭരണം നടത്തുന്നത്. UDFന് 4-ഉം BJPക്ക് 1 സീറ്റുമാണ് നിലവിലുള്ളത്. സംവരണം വന്നതോടെ ഇക്കുറി പഞ്ചായത്തിന്റെ ഭരണചക്രം തിരിക്കാനുള്ള നിയോഗം വനിതയ്ക്കായിരിക്കും. 14-ൽ 7 സീറ്റും വനിതാ സംവരണമാണ്. കൂടാതെ ഒരു ജനറൽ സീറ്റ് പട്ടികജാതിക്കായും സംവരണം ചെയ്തിരിക്കുന്നു. 11-ാം വാർഡായ മുളങ്ങുന്നത്തുകാവാണ് പട്ടികജാതി സംവരണമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെന്ന പോലെ ഭരണ നേട്ടമായ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് LDF നടത്തുന്നത്. പഞ്ചായത്തിലെ സമ്പൂർണ്ണ വൈദ്യുതീവൽക്കരണവും സമഗ്ര കുടിവെള്ള പദ്ധതിയും ഭവനരഹിതർക്കായുള്ള ധനസഹായ വിതരണവും റോഡ് വികസനവുമെല്ലാം ഭരണ നേട്ടമായി LDF ചൂണ്ടിക്കാട്ടുന്നു. MB ഫണ്ട് ഉപയോഗിച്ച് യാത്രായോഗ്യമാക്കിയ മലവായ് വടക്കേച്ചിറ റോഡും ഗ്യാസ് ക്രിമിറ്റോറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനായതുമാണ് പ്രധാന ഭരണ നേട്ടമായി LDF ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഇടത് തുടർ ഭരണത്തിൽ പഞ്ചായത്തിലെ അർഹരായവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെയും MLA ഫണ്ടും ഫലവത്തായി ഉപയോഗിക്കാനോ നേടിയെടുക്കാനോ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൂമല, പാമ്പൂരാമ്പാറ എന്നിവിടങ്ങളിലെ വികസനത്തിനായി ഒന്നും ചെയ്യാനായില്ലെന്നുമാണ് പഞ്ചായത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആരോപണം. മലയോര കാർഷിക മേഖലയായ പഞ്ചായത്തിന് ആവശ്യമായ കാർഷിക അന്തരീക്ഷം ഒരുക്കി നൽകാനും ഇടതുഭരണത്തിന് ആയില്ല എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. അതേസമയം പക്ഷപാതപരമായ ഭരണ നടത്തിപ്പ് വഴി പഞ്ചായത്തിലെ പല വാർഡുകളും ശോചനീയാവസ്ഥയിലാണെന്നും പല വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാനാകാതെയാണ് ഇക്കാലമത്രയും LDF ഭരണം നടത്തിയതെന്നുമാണ് BJPയുടെ ആരോപണം. വികസന കാഴ്ചപ്പാടുകൾ നിരത്തിയും നേട്ടക്കോട്ടങ്ങൾ ചൊരിഞ്ഞും മുന്നണികൾ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാവും ഇക്കുറിയും മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക. കാർഷിക മേഖലയുടെ ഉയർച്ചയും താഴ്ചയും നിർണയിച്ച് രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറുന്ന പഞ്ചായത്താണ് തൃക്കൂർ. 17 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള തൃക്കൂർ പഞ്ചായത്തിന് 25.38 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. 27,874 ജനസംഖ്യയുള്ള പഞ്ചായത്തിൽ 13,727 പുരുഷന്മാരും 14,147 സ്ത്രീകളുമാണുള്ളത്. 17 വാർഡുകളുള്ള പഞ്ചായത്ത് വർഷങ്ങളായി UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് 11 സീറ്റിലും കേരള കോൺഗ്രസ് 1 സീറ്റിലും
CPM 4, CPI 1 എന്ന രീതിയിലാണ് കക്ഷിനില. ഭരണനേട്ടങ്ങളുടെ കരുത്തുമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് UDF. UDFന്റെ പോരായ്മകളും ദീർഘവീക്ഷണമില്ലാതെ നടപ്പിലാക്കിയ പദ്ധതികളും മുന്നിൽ നിർത്തി ഭരണം നേടുവാൻ LDF മുന്നോട്ടിറങ്ങുമ്പോൾ പഞ്ചായത്തിൽ നിർണായക ശക്തിയാകുവാൻ BJPയും ശ്രമിക്കുകയാണ്. 13 ഹെക്ടർ തരിശുഭൂമിയിൽ നെൽകൃഷിയും 25 ഹെക്ടറായി ഉയർത്തിയ പച്ചക്കറി കൃഷിയും സമ്പൂർണ്ണ കുടിവെള്ളം, പെൻഷൻ, പുറമ്പോക്ക് പുനരധിവാസം എന്നിവ നേട്ടങ്ങളായി UDF ഉയർത്തി കാണിക്കുന്നു. സാധാരണക്കാർക്കും കാർഷിക മേഖലയ്ക്കും ഗുണപ്രദമാകുന്ന പച്ചത്തേങ്ങ സംഭരണവും ന്യായവില സൂപ്പർമാർക്കറ്റും നേട്ടമായി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. 100% ഫണ്ട് ചിലവഴിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൈവരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്നും ഭരണപക്ഷം അവകാശപ്പെടുന്നു. എന്നാൽ സ്വജനപക്ഷപാതവും തന്നിഷ്ടവും ഭരണത്തിന്റെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന ആരോപണമാണ് LDF ഉയർത്തിപ്പിടിക്കുന്നത്. കളിമൺ ഖനനം നിയന്ത്രിച്ച് കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിൽ ഭരണകക്ഷി പരാജയപ്പെട്ടു. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളൊന്നും ഇതുവരെ നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല. തൃക്കൂരിന്റെ സ്വപ്ന പദ്ധതിയായ അയ്യപ്പൻകുന്ന് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിയാത്തത് ഭരണപക്ഷത്തിന്റെ വീഴ്ചയായി LDF പറയുന്നു. പുതിയ സമവാക്യങ്ങളുടെയും പരിവേഷത്തിന്റെയും മുഖവുമായി ശക്തി തെളിയിക്കാനാണ് BJPയുടെ ശ്രമം. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഇവർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഇതേസമയം ജനങ്ങൾക്ക് പറയാനുള്ളത് വികസനത്തെക്കുറിച്ചാണ്. അനധികൃത കുന്നിടിക്കലും കളിമൺ ഖനനവും നിയന്ത്രിക്കണമെന്നും പൊതുശ്മശാനം, മാർക്കറ്റ് എന്നിവ നിർമ്മിക്കുവാനും തോട്ടം മേഖലയെ സംരക്ഷിക്കുവാനും ആവശ്യപ്പെട്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ തൃക്കൂരിലെ സമ്മതിദായകർ നേരിടുവാൻ ഒരുങ്ങുന്നത്. നിലവിൽ UDF ഭരിക്കുന്ന പോർക്കുളം പഞ്ചായത്തിൽ 13 വാർഡുകളാണ് ഉള്ളത്. 14.49 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പോർക്കുളം പഞ്ചായത്തിൽ 16,000 ജനസംഖ്യ. 13 വാർഡുകളിൽ 8 വാർഡുകൾ വനിതകൾക്കും SC വിഭാഗങ്ങൾക്കുമായാണ് സംവരണം ചെയ്തിരിക്കുന്നത്. നിലവിലെ കക്ഷിനില CPM 6, കോൺഗ്രസ് 7. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് ഇവിടെ ഭരണം നടത്തുന്നതെങ്കിലും പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ വികസന കാര്യങ്ങളിൽ ഒന്നിക്കുന്നു എന്നതാണ് പഞ്ചായത്തിന്റെ പ്രത്യേകത. പഞ്ചായത്തിന്റെ ഉദയം മുതൽ 3 പതിറ്റാണ്ടുകാലം ചെങ്കോട്ടയായിരുന്ന ഇവിടെ 2000 ആണ്ടോടെയാണ് നറുക്കെടുപ്പിലൂടെ കോൺഗ്രസ് ആദ്യമായി അധികാരത്തിലെത്തിയത്. 10 വാർഡുകളിൽ 5 വീതം സീറ്റുകൾ ഇരുകക്ഷികൾക്കും ലഭിച്ചതോടെയാണ് വോട്ടെടുപ്പ് നടന്നത്. 2005-ൽ DICയുടെ വരവോടെ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ നേടി ഭരണത്തിലേക്ക് തിരിച്ചുവന്നു. I ഗ്രൂപ്പുകാരനായ KA ജ്യോതിഷ് കുമാർ പ്രസിഡന്റായി. പിന്നീട് മുൻ ധാരണപ്രകാരം അവസാന 1.5 വർഷം A ഗ്രൂപ്പുകാരനായ C ശിവകുമാർ പ്രസിഡന്റായി സ്ഥാനമേറ്റു. കാർഷിക മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രാമങ്ങളിൽ കോൾപ്പടവ് രീതിയിൽ വൻതോതിൽ നെൽകൃഷിയൊരുങ്ങുന്ന ഗ്രാമമാണ്. പദ്ധതികൾ പലതും പാതിവഴിയിലാണെന്നും വികസന കാര്യങ്ങളിൽ ഭരണസമിതിക്ക് വേണ്ടത്ര ജാഗ്രത പുലർത്താനായില്ലെന്നുമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. സമ്പൂർണ്ണ പാർപ്പിടമെന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന് ഇത് യഥാവിധം പൂർത്തിയാക്കാനായില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ ഭരണസമിതിക്ക് കഴിയാതെ പോയത്രേ. പ്രകൃതി രമണീയമായ കല്ലഴിക്കുന്ന് ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുകയും ടൂറിസം വില്ലേജായി പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞിരുന്നുവെങ്കിലും ഇത് നടപ്പായില്ല. BJPയും പഞ്ചായത്തിൽ ഇടം പിടിക്കാനുള്ള ശക്തമായ തയ്യാറെടുപ്പിലാണ്. പോരാട്ടം തീപാറുമ്പോൾ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നത് കണ്ടറിയണം. 18.71 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 26,486 വോട്ടർമാരുമുള്ള പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് 40 വർഷത്തോളമായി LDF ആണ് ഭരിക്കുന്നത്. 19 വാർഡുകളുള്ള പഞ്ചായത്തിൽ 7 സീറ്റുള്ള LDF ആണ് ഇപ്പോൾ ഭരണം നിർവഹിക്കുന്നത്. നിലവിൽ മൊത്തം 19 അംഗങ്ങളിൽ ഇടതിന് 7-ഉം UDFന് 8-ഉം BJPക്ക് 4-ഉം പ്രതിനിധികളുണ്ട്. പ്രസിഡന്റ് പദവി CPMനും വൈസ് പ്രസിഡന്റ് പദവി CPIക്കും എന്നതിനൊപ്പം തുടക്കം മുതൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും BJPക്കും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവിയും നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് ഭരണം തുടരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF പഞ്ചായത്ത് ഭരിച്ചത്. എന്നാൽ 2014-ൽ 3-ാം വാർഡ് ചെറായിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് പ്രതിനിധി പ്രിയ ഗോപിനാഥൻ വിജയിച്ചതോടെ UDFന് പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതിനേക്കാൾ ഒരംഗത്തിന്റെ പിന്തുണ കൂടുതലുണ്ടായിട്ടും 40 ആണ്ട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ആധിപത്യത്തെ തകർക്കാനായില്ല. അവിശ്വാസ പ്രമേയം വന്നെങ്കിലും LDFനോടും UDFനോടും കൂടെ നിൽക്കാതെ അവിശ്വാസ വോട്ടെടുപ്പ് ദിവസം BJP അംഗങ്ങൾ വിട്ടുനിന്നപ്പോൾ ഇടതിന് നേട്ടമായി. CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ കീഴിൽ 4 പതിറ്റാണ്ടായി പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ ഭരണം നിലനിൽക്കുകയാണ്. CPMനുള്ള ഈ മേൽക്കൈ തകർക്കാൻ ഇത്തവണ UDFും BJPയും ശക്തമായി രംഗത്തുണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ് പുന്നയൂർക്കുളത്ത് കാണാനാകുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പ്രധാന പരിഗണന നൽകി 50 ലക്ഷം രൂപ ചെലവിൽ സ്ഥലം വാങ്ങി ചമ്മണ്ണൂർ GMLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു. 15 ലക്ഷം രൂപ ചെലവിൽ പുന്നയൂർക്കുളം സ്കൂളിന് സ്ഥലം വാങ്ങി സ്കൂളുകൾ നവീകരിച്ചു തുടങ്ങി ഭരണസമിതി നേട്ടങ്ങൾ നിരത്തുമ്പോൾ 40 വർഷം സ്ഥിരമായി ഭരിച്ചിട്ടും കാര്യമായ വികസനം പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം.
പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഭരണകർത്താക്കൾ നിന്നതും വികസനത്തിന് തടസ്സമായി. തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയും പഞ്ചായത്തിന് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നിവയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ബിജെപിയും ഇത്തവണ ശക്തമായ സാന്നിധ്യമായി മത്സരരംഗത്തുണ്ട്. നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ശക്തി തെളിയിക്കാൻ ബിജെപി ശ്രമം തുടങ്ങിയിരുന്നു. ഇതേസമയം ജനങ്ങൾക്ക് നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമമാക്കണം. സ്വയം തൊഴിൽ വരുമാനം നൽകുന്ന പദ്ധതികൾ വരണം. അണ്ടത്തോട് പഞ്ചായത്ത് സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വനിതാ വ്യവസായ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ നടപടിയെടുക്കണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയണം. ആൽത്തറയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണം. പെരിയമ്പലം ബീച്ചിൽ കുട്ടികൾക്കായുള്ള പാർക്ക് നിർമ്മിക്കണം. തുടങ്ങിയവയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ. തിരികെ വാർത്തകളിലേക്ക്. തൃശൂർ നഗരമധ്യത്തിൽ തൃശൂർ പ്രസ് ക്ലബ് പരിസരത്ത് മോഷണം പതിവാകുന്നു. നവീകരണ പ്രവർത്തികൾ നടക്കുന്ന പ്രസ് ക്ലബിന്റെ എയർ കണ്ടീഷനിലെ 2 ഔട്ട്ഡോർ യൂണിറ്റുകളിൽ നിന്നുള്ള ചെമ്പ് പൈപ്പുകളാണ് ഏറ്റവും ഒടുവിൽ മോഷണം പോയത്. 2 ദിവസമായി ക്ലബിലെ AC യൂണിറ്റ് പ്രവർത്തനം തകരാറിലായിരുന്നു. അറ്റകുറ്റപ്പണിയുടെ കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം രാവിലെ എത്തി പരിശോധിച്ചപ്പോഴാണ് 2 യൂണിറ്റുകളിൽ നിന്നായി ഏകദേശം 4 മീറ്റർ നീളത്തിൽ ചെമ്പ് പൈപ്പുകൾ അറുത്തുമാറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് സംബന്ധിച്ച് പ്രസ് ക്ലബ് സെക്രട്ടറി KC അനിൽകുമാർ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകി. നവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട തൊഴിലാളികളുടെ സൌകര്യത്തിനായി പ്രസ് ക്ലബ് കെട്ടിടത്തിനോട് ചേർന്ന് ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടും മരം കൊണ്ടും മറ്റും തട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുവഴി കയറിയാണ് മുകളിലെ നിലയിലെ പാരപ്പറ്റിൽ സ്ഥാപിച്ച എയർ കണ്ടീഷൻ ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നുള്ള ചെമ്പ് പൈപ്പുകൾ അറുത്തെടുത്തതെന്ന് സംശയിക്കുന്നു. നേരത്തെ ലിഫ്റ്റിന്റെ കോൺക്രീറ്റിംഗിനായി അളന്ന് മുറിച്ചുവെച്ച ഇരുമ്പ് കമ്പികളും ലിഫ്റ്റിന്റെ ഇരുമ്പ് റാഡുകളും മോഷണം പോയിട്ടുണ്ട്. ഈ സംഭവത്തിലും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനകൾക്ക് നൽകാനുള്ള പനമ്പട്ടയിൽ വിഷം തെളിച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം നൽകിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അറക്കൽ സുനിലിനെയാണ് ഗുരുവായൂർ SI MR സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രിയാണ് ആനത്താവളത്തിലെ ലാൻഡ് ഫോണിലേക്ക് ഭീഷണി കോൾ വന്നത്. ഇതേ തുടർന്ന് പട്ടകൾ ആനകൾക്ക് നൽകാതെ മാറ്റിവെക്കുകയും പോലീസിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഫോൺ കോളിന്റെ ഉറവിടം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് കോഴിക്കോട് പോയി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ആനത്താവളത്തിലേക്ക് പട്ട നൽകുന്ന കരാറുകാർ തമ്മിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾ തുടരുന്നു. 3ാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരിയുടെ ശ്രീമദ് ഭാഗവത സപ്താഹവും വൈകിട്ട് പാർവതി വിശ്വനാഥിന്റെ സംഗീത കച്ചേരിയും അരങ്ങേറി. P. രഘു വയലിനിലും KG മഹാദേവൻ മൃദംഗത്തിലും കച്ചേരിക്ക് പക്കമേളമൊരുക്കി. നവരാത്രി ആഘോഷങ്ങളുടെ 4ാം ദിനമായ ശനിയാഴ്ച വൈകിട്ട് ചെന്നൈ വിശാലാക്ഷി നിത്യാനന്ദന്റെ സംഗീത കച്ചേരി അരങ്ങേറും. മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണിൽ ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി വിവിധ സർക്കാർ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഗുരുവായൂർ ദേവസ്വം, നഗരസഭ, പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, KSEB തുടങ്ങി വകുപ്പ് തല മേധാവികളുടെ യോഗമാണ് വിളിച്ചു ചേർത്തത്. പൊതുമരാമത്ത് വകുപ്പ് KSEB ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് രൂക്ഷ വിമർശനത്തിന് ഇടയാക്കി. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതുമൂലം സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗുരുവായൂരിലെ തകർന്നുകിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മറ്റൊരു ദിവസം ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. പാർക്കിംഗ് ഏരിയകളിൽ ആവശ്യത്തിന് വെളിച്ചം ഏർപ്പെടുത്താനും പാർക്കിംഗ് കംഫർട്ട് സ്റ്റേഷൻ നിരക്കുകൾ വലിയ ബോർഡുകളിൽ പ്രദർശിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ ചെയർമാൻ PS ജയൻ അധ്യക്ഷത വഹിച്ചു. ടെമ്പിൾ CI MU ബാലകൃഷ്ണൻ, SI ഗിരിജ വല്ലഭൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M സുനിൽകുമാർ, ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ KU അനിൽകുമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ KG മഹേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ തെക്കേമഠത്തിലെ വാക്യാർത്ഥ സദസ്സിനോടനുബന്ധിച്ച് നൽകുന്ന പരമേശ്വര ഭാരതി സ്മാരക സുവർണമുദ്രയ്ക്ക് ഡോക്ടർ OS രാംലാൽ ശർമ്മ അർഹനായി. ഈ മാസം 20-ന് തെക്കേമഠത്തിൽ നടക്കുന്ന വാക്യാർത്ഥ സദസ്സിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി സംസ്കൃത പണ്ഡിതർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ രാംലാൽ ശർമ്മയ്ക്ക് മൂപ്പിൽ സ്വാമിയാർ സുവർണമുദ്ര സമർപ്പിക്കും. തൃശൂർ ആൽഫ പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച സാന്ത്വന സമന്വയം പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത നർത്തകി ഡോക്ടർ മല്ലിക സാരാഭായിയും സംഘവും അവതരിപ്പിച്ച നൃത്തസന്ധ്യ ചടങ്ങിന്റെ മാറ്റുകൂട്ടി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, പ്രമുഖ വ്യവസായി ഡോക്ടർ TS സുന്ദർമേനോൻ,
സാമൂഹിക മേഖലയിലെ പ്രമുഖരടക്കം നിരവധി ക്ഷണിക്കപ്പെട്ട അതിഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ ടി എ സുന്ദരമേനോനെ ചടങ്ങിൽ ആദരിച്ചു. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. ഒല്ലൂർ സിഐ എ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അധ്യാപകരായ കെ പി നന്ദിനി, വി അരവിന്ദാക്ഷൻ, സിപിഒ പി എസ് സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തങ്ങളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികളാണ് അവശത അനുഭവിക്കുന്നവർക്കും അനാഥർക്കുമായവർക്ക് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ നൽകിയത്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ PG സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ ദേശീയ ശില്പശാല അരങ്ങേറി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KFRI റിസർച്ച് കോർഡിനേറ്റർ ഡോക്ടർ E.A. ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ KT ബാബു അധ്യക്ഷത വഹിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രൊഫസർ ടോമി ഫ്രാൻസിസ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് റിസർച്ച് കോർഡിനേറ്റർ ഡോക്ടർ PR വർഗീസ്, കോളേജ് മാനേജർ ഫാദർ ജോസ് പയ്യപ്പള്ളി, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഫോറസ്ട്രി കോളേജ് ഡീൻ ഡോക്ടർ വിദ്യാസാഗർ, ജെയിൻ ജെ തേറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാല ശനിയാഴ്ച സമാപിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് മണത്തലയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ബൈക്ക് യാത്രികരായ ബ്ലാങ്ങാട് സ്വദേശി അർഷാദ്, തിരുവത്ര സ്വദേശി റിംതാജ് എന്നിവരാണ് മരിച്ചത്. വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും ഇരു മുന്നണികളിലും ചർച്ചകൾ സജീവം. മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചതായി LDF, UDFൽ വിമത ശല്യം തുടരുമെന്ന് സൂചന. തൃശൂരിൽ സെപ്റ്റി ടാങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 5 വർഷം മുൻപ് കാണാതായ ഉല്ലൂക്കര സ്വദേശി സജിയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്ന് സംശയം. സജി ജോണിന്റെ തിരോധാനം കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കോൺഗ്രസിലേതുപോലെ ഗ്രൂപ്പ് നോക്കിയല്ല മികവ് നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. CPM സ്ഥാനാർത്ഥികൾക്ക് ഒരിടത്തും വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്നും മൊയ്തീൻ. സേഫ് കേരള പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ജില്ലയിലെ 1170 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഉല്ലൂർ മാർക്കറ്റിലെ കടയിൽ നിന്ന് പുഴുവരിച്ച 30 കിലോയോളം പന്നിയിറച്ചി പിടിച്ചെടുത്തു. പറപ്പൂക്കര ഇലക്ട്രിക്കൽ സെക്ഷനിൽ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് TV സിഗ്നൽ സംപ്രേഷണത്തിനുള്ള ഒപ്റ്റിക്കൽ കേബിളുകൾ വൈദ്യുതി ജീവനക്കാർ വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് പുതുക്കാട് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Chungat Jewelry.